വെള്ളി നക്ഷത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയ് 21 നമ്മുടെ മോഹൻലാലിനെ സംബന്ധിച്ച്, ആരാധകരെ സംബന്ധിച്ച്, മോഹൻലാലിൻ്റെ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച് സന്തോഷം നിറഞ്ഞ ദിവസം. അന്ന്, അതായത് ഇന്ന് 21 മോഹൻലാലിന് 66 വയസ്സ് കഴിയുന്ന ദിവസം. മാത്രമല്ല, മുമ്പെങ്ങുമില്ലാത്ത വണ്ണം മോഹൻലാലിന്റെ സിനിമയും അതേ ദിവസം റിലീസ് ചെയ്തു, ദൃശ്യം 3. ഈ രണ്ട് വലിയ സംഭവമാണ് ഒരേ ദിവസം നടക്കുന്നത്. അതിന് ആദ്യമായിട്ട് വെള്ളി നക്ഷത്രത്തിന്റെ ആശംസകൾ. മോഹൻലാലിന്റെ ഓരോ ജന്മദിനവും വളരെ ഗംഭീരമായിട്ടാണ് കൊണ്ടാടിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ പിറന്നാഘോഷം കഴിഞ്ഞതിന് ശേഷം, മെയ് 21 ആഘോഷിച്ചതിന് ശേഷം, സെപ്റ്റംബർ 20 ഇന്ത്യയിലെ ഏറ്റവും വലിയ നടനുള്ള ചലച്ചിത്ര പ്രവർത്തനമുള്ള ഫാൽക്കെ അവാർഡ് മോഹൻലാൽ ലഭിച്ചു. 10 ലക്ഷം രൂപ സ്വർണ്ണ പതക്കമടക്കമുള്ള അവാർഡ്. അത് മലയാളത്തിൽ അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ലഭിക്കുന്ന ഒരേ നടൻ മോഹൻലാലാണ്. അപ്പൊ അത് കഴിഞ്ഞ ബർത്ത്ഡേ കഴിഞ്ഞതിന് ശേഷം, ഈ ബർത്ത്ഡേക്ക് മുൻപ് തന്നെ അത് പ്രഖ്യാപിച്ചു. ഈ ബർത്ത്ഡേയുടെ ദിവസം തന്നെ പുതിയ സിനിമയും ദൃശ്യം 3. ദൃശ്യം 3 പറയുമ്പോൾ ദൃശ്യം 1, 2 ഇത് എല്ലാം പ്രേക്ഷകർ കണ്ട് വിലയിരുത്തി ത്രില്ലിംഗ് ആയിട്ടുള്ള സിനിമകളാണ്. അതിനേക്കാൾ ഒരു പടി മീതെ, അതുക്കും മീതെ എന്ന് പറയുന്ന പോലെ, അതുക്കും മീതെ നിൽക്കുന്ന സിനിമയാണ് ദൃശ്യം 3 എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നത്. ഇന്ന് രാവിലെ 8 മണി മുതലാണ് ഇതിന്റെ ഷോ തുടങ്ങിയത്. ഇങ്ങനെ ചെയ്യുമ്പോഴും, ഓരോ വർഷം ഈ ആഘോഷം നടക്കുമ്പോഴും അന്നത്തെ ആ ഒരു ജന്മദിനമുണ്ട്. രണ്ടുപേരും മാത്രമായിട്ട് ആഘോഷിച്ചൊരു ദിനം. മോഹൻലാലും മോഹൻലാലിന്റെ പത്നിയും മാത്രം ആഘോഷിച്ച ഒരു പിറന്നാള്, 60ാം പിറന്നാള്. 60ാം പിറന്നാള് വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കാനാണ് ഫാൻസുകാരടക്കം തീരുമാനിച്ചത്. ആ തീരുമാനത്തിനിടയിലാണ് കോവിഡ് വന്നുപെട്ടത്. കോവിഡ് സർവ്വതും തകർത്ത് കളഞ്ഞു. പുറത്തിറങ്ങാൻ വയ്യ, ശ്വസിക്കാൻ വയ്യ. മരണം, ഇങ്ങനെ മരിച്ചു വീഴുന്നവരെ കണ്ടുകൊണ്ടാണ് ഓരോ നിമിഷവും തള്ളി നീക്കിയിരുന്നത്. അങ്ങനെയുള്ള അവസരത്തിൽ മോഹൻലാലും മോഹൻലാലിന്റെ പ്രിയവതി സുചിത്രയും ചെന്നൈയിലെ വീട്ടിൽ താമസമാകുന്നു. അവർ രണ്ടുപേരും മാത്രം. മക്കൾ വരുന്നില്ല, വേണ്ടപ്പെട്ടവർ വരുന്നില്ല. രണ്ടുപേരും അവരുടെ ആഘോഷം ആ വീട്ടിൽ തീരുമാനിക്കുന്നു. എന്താഘോഷിക്കാൻ? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അറിയിക്കുക. പക്ഷെ ഉച്ചയാവാറായ സമയത്ത്, ഏകദേശം ഒരു 11 മണി സമയത്ത് മോഹൻലാലിനെ ഞെട്ടിച്ചുകൊണ്ടൊരു ഫോൺ വരുന്നു. ഒരാൾ അങ്ങോട്ട് വരുന്നുണ്ട്. ആ ഫോൺ ആരുടെയാണെന്നറിയില്ല, വിളിച്ചത് ആരാണെന്നറിയില്ല. ആരായിരിക്കും വരുന്നത്? അവർ പലരെയും സങ്കല്പിച്ചു നോക്കി. ഈ കോവിഡിനെ ഭയക്കാതെ ആരായിരിക്കും ഇവിടെ പുറത്തിറങ്ങി ഇവിടെ വരുന്നത് എന്നുള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെ ഞെട്ടിച്ചുകൊണ്ട് ഒരാൾ വന്നു, പ്രിയദർശൻ. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പ്രിയദർശൻ പേരെ വിചാരിച്ചിരുന്നില്ല. പ്രിയദർശൻ അല്ലെങ്കിലും ഞെട്ടിപ്പിക്കുന്നത് ആദ്യമല്ല, മുൻപും പല സന്ദർഭങ്ങളിലും മോഹൻലാലിനെ ഞെട്ടിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോ പ്രിയൻ വന്നു. ആദ്യം പറഞ്ഞു, ഹാപ്പി ബർത്ത്ഡേ, 60 വയസ്സായല്ലേ. അത് ഞെട്ടിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ലാലാകെ സന്തോഷവും ഈ ദുഃഖവും വിഷമവും സങ്കടവും ഒക്കെ ഒരുമിച്ച്. കാരണം തന്നെ കാണാൻ തൻ്റെ ബർത്ത്ഡേക്ക് വേറെ ആരും വന്നിട്ടില്ല. വിളിച്ച് പലരും ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞെങ്കിലും നേരിട്ട് വന്ന് പ്രിയദർശൻ മാത്രമാണല്ലോ. അതായത് രോഗത്തെ പരിഗണിക്കാതെ, കോവിഡിനെ ഭയക്കാതെ തൻ്റെ പ്രിയ സുഹൃത്ത് വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പൊ പ്രിയൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാനിവിടെ ഭക്ഷണം കഴിച്ച്, നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടേ പോകുള്ളൂ. അങ്ങനെ മോഹൻലാലിന്റെ 60ാമത്തെ ജന്മദിനം ചെന്നൈയിലെ വീട്ടിൽ അവർ 3 പേരും കൂടിയാണ് ആഘോഷിച്ചത്. ഒരു മേശപ്പുറത്ത് ഇലയിട്ട് മോഹൻലാല്, സുചിത്ര, പ്രിയദർശൻ, ഈ 3 പേരും ഭക്ഷണം കഴിച്ച് ആഘോഷിച്ചു. ആ ഒരു ദിവസവും നമ്മുടെ ഓർമ്മയിലുണ്ട്. അപ്പൊ എന്തെല്ലാം ആഘോഷങ്ങൾ നടന്നാലും തങ്ങളുടെ ജീവിതത്തിൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ആ സമയത്ത് വരുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ പോലെ, നിങ്ങൾ എത്ര ആഘോഷങ്ങൾ നടത്തിയാലും
മോഹൻലാലിന്റെ 60ാമത്തെ വയസ്സിന്റെ ആഘോഷം, പ്രിയദർശൻ മാത്രം പങ്കെടുത്തിട്ടുള്ള ആ ആഘോഷം ഓർമ്മയിൽ എന്നും നിലനിൽക്കും. ഇനിയും തുടരെ തുടരെ മോഹൻലാലിന്റെ ജന്മവാർഷികം ആഘോഷിക്കാൻ നമുക്ക് കഴിയട്ടെ.